ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ട്രെൻഡിങ്ങിലിരിക്കുന്ന ഒരു ഫേസ് പാക്കാണ്, ഫേസ് മാസ്കാണ്. റൈസ് കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള ഫേസ് മാസ്ക്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ സൈഡ് എഫക്റ്റ് നമ്മൾ അറിയണം. ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നും അതുപോലെ നമ്മുടെ സ്കിന്നിന് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും നമ്മൾ അറിയണം. അറിയാതെ നമ്മൾ വെറുതെ ഇത് വാരി തേച്ചിട്ട് നമുക്ക് ഇതിനെക്കൊണ്ട് ഒരു ഫലവും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ റൈസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. നമുക്ക് സ്കിന്ന് ബ്രൈറ്റനിങ്ങിന് ഇത് ഒരുപാട് ഉപകാരം ചെയ്യും. അതുപോലെ ടാനിങ് റിമൂവിന് ഇത് ഉപകാരം ചെയ്യും. നമ്മൾ വെയിൽ കൊണ്ടിട്ടുള്ള ആ ഒരു കറുപ്പ്, നമ്മുടെ ശരീരത്തിൽ വരുന്ന മങ്ങിയ കളറൊക്കെ നമുക്ക് ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു റൈസ് വാട്ടർ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഇത് ഉപകാരപ്പെടും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ട്ടാ. റൈസ് വാട്ടർ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു റൈസ് വാട്ടർ ഉപയോഗിക്കുന്ന രീതി 2 തരത്തിലുണ്ട്. അതായത് റൈസ് വെള്ളത്തിൽ പുതിർത്തിയിട്ട് അതിൻ്റെ വെള്ളം നമ്മൾ ഉപയോഗിക്കും. അല്ലാതെ നമ്മൾ റൈസ് വേവിച്ചിട്ട് കുക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ വെള്ളവും നമ്മൾ ഉപയോഗിക്കും. നമ്മുടെ സ്കിന്ന് ഓയിലി സ്കിന്ന് ആണെങ്കിൽ നമുക്ക് റൈസ് കുക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ ആ ഒരു വാട്ടറാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് ആവുക. അതുപോലെ നമ്മൾ സ്കിന്ന് ഒന്ന് ബ്രൈറ്റനിങ് കിട്ടാനും നമ്മുടെ മുഖത്തുള്ള കലകൾ മാറിക്കിട്ടാനും ടാനിങ് റിമൂവ് ആയി കിട്ടാനും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം അതാണെങ്കിൽ നമുക്ക് ഈ ഒരു അരി കുതിർത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം നമുക്ക് ഒന്ന് ഉപയോഗിക്കാം. അത് നമുക്ക് ഒരുപാട് എഫക്റ്റായിട്ട് കിട്ടും. ഈ ഒരു റൈസിനെ കൊണ്ട് നമ്മുടെ സ്കിന്നിൽ ഒരുപാട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എഫക്റ്റുകൾ കിട്ടും. ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങളുടെ സ്കിന്നിന്. നിങ്ങൾക്ക് ഇത് ഏത് തരം നമുക്ക് സ്കിൻ പ്രോബ്ലം ആയാലും ഈ ഒരു റൈസ് വാട്ടർ കൊണ്ടുള്ള മസാജ് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ഒരു റൈസ് വാട്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത റൈസ് വാട്ടർ ആണെങ്കിൽ നമ്മൾ അതൊന്ന് ലൂസാക്കി അതൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് നമുക്ക് സ്കിന്നിന് നമുക്ക് അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു 7 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ശരിയായ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. നമ്മൾ ഏത് തരം ഫേസ് പാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിലോട്ട് ഈ ഒരു റൈസ് വാട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. റോസ് വാട്ടറിനൊക്കെ പകരമായിട്ട് നമുക്ക് റൈസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അത് നല്ല ഒരു ഗുണമുള്ള ഒരു ഐറ്റമായിട്ട് മാറും. സ്കിന്ന് ബ്രൈറ്റനിങ്ങിന് നിങ്ങൾ ഫേസ് പാക്ക് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ കടലമാവ് അതുപോലെ അരി കുതിർത്ത് വെച്ച അരി ഒന്ന് ജ്യൂസാക്കിയിട്ട് നമ്മൾ അതിലോട്ട് കറ്റാർവാഴയുടെ ജെല്ല്, കുറച്ച് ഹണി, കുറച്ച് കടലമാവ് ഇതൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുക. ഇത് ഒരാഴ്ച അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ 21 ദിവസം നിങ്ങളുടെ മുഖത്ത് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. നിങ്ങളുടെ സ്കിന്നിന് നല്ല ബ്രൈറ്റനിങ് കിട്ടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.